മലയാള സാഹിത്യ നിരൂപണത്തിന് പ്രചോദനം നൽകിയ പാശ്ചാത്യ ചിന്തകർ നിരവധിയുണ്ട്. അവരുടെ സിദ്ധാന്തങ്ങളിൽ സ്വീകാര്യമായവയും അല്ലാത്തവയുമെല്ലാം നാം മനസ്സിലാക്കാറുണ്ട്. 18-ാം ശതകത്തിൻ്റെ മധ്യ ദശകങ്ങളിൽ ഇംഗ്ലീഷ് സാഹിത്യത്തിലെ പ്രാമാണിക നിരൂപകനായിരുന്ന ഒരു വ്യക്തിത്വമാണ് മാത്യു ആർണോൾഡ്. കാൽപ്പനിക കവികളുടെ ആത്മനിഷ്ഠതയും സമകാലിക വസ്തുവിഷയങ്ങളെയും സാഹിത്യരചനയ്ക്ക് ആധാരമാക്കുന്ന പ്രവണത അരുചികരമായി അനുഭവപ്പെട്ടിരുന്നു അദ്ദേഹത്തിന്. കവിത ജീവിതത്തിൻ്റെ വിമർശനമാണെന്നായിരുന്നു ആർണോൾഡിൻ്റെ ചിന്ത. പോയട്രി ഈസ് ദ ക്രിറ്റിസിസം ഓഫ് ലൈഫ്. അടിസ്ഥാനപരമായി അദ്ദേഹം കവിയാണെങ്കിലും ഒരു വിമർശകനായി മാറുകയായിരുന്നു. ഒരു നല്ല കവിത ധാർമ്മികതയ്ക്കെതിരാവുകയില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ വാദം. ജീവിതത്തെ മനസ്സിലാക്കാൻ മതത്തിന് കഴിയാതെ വരുമ്പോൾ ശാന്തി ലഭിക്കാൻ കവിതയിലേക്ക് മനുഷ്യൻ ചേക്കേറുന്നതായി അദ്ദേഹം കണ്ടെത്തുന്നു. ജീവിതം വ്യാഖ്യാനിച്ച് കിട്ടാനും ഉത്തമങ്ങളായ ആശയങ്ങൾ ജീവിതത്തിൽ സാക്ഷാത്കരിക്കാനുമുള്ള ഉപാധി എന്ന നിലയിൽ സാഹിത്യത്തെ മതത്തിനും ചിന്തയ്ക്കും തത്വശാസ്ത്രത്തിനും ഉപരിയായി അദ്ദേഹം പ്രതിഷ്ഠിക്കുന്നുണ്ട്. ഒരു സാഹിത്യ വിമർശകൻ എന്ന നിലയിൽ ധാർമ്മിക മൂല്യപരമായ ആദർശകതയുടെ പ്രബല വക്താവായി മാത്യു ആർണോൾഡ് മാറുന്നു. ധാർമ്മിക ആദർശവാദിയായ ഹ്യൂമനിസ്റ്റാണ് അദ്ദേഹം എന്ന് പറയാം. ഉദാത്തമായ ശൈലി ആവശ്യമാണെന്നും അതിന് 3 ഘടകങ്ങൾ വേണമെന്നും അദ്ദേഹം വാദിക്കുന്നു. ആ 3 ഘടകങ്ങളിൽ 1 ആധ്യാത്മികമായ പ്രമേയം, 2 കവിത്വസിദ്ധി, 3 അന്തസ്സുറ്റ ആവിഷ്കരണ രീതി എന്നിവയാണ്. ആധ്യാത്മികമായ പ്രമേയം, കവിത്വസിദ്ധി, അന്തസ്സുറ്റ ആവിഷ്കരണ രീതി. അസാധാരണമായ ജീവിതാവബോധമുള്ള കവി ജീവിതത്തെക്കുറിച്ച് കണ്ടെത്തുന്ന ദർശനങ്ങളാണ് കവിത എന്നാണ് അദ്ദേഹം പറയുന്നത്. ജീവിതം എന്തായിരിക്കണമെന്ന കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ നിലവിലുള്ള ജീവിതത്തെ വിമർശിക്കാൻ കവി തയ്യാറാകണം. ആധ്യാത്മികമായ പ്രചോദനമില്ലാതെ മഹത്തായ സൃഷ്ടി നടത്താൻ കഴിയില്ലെന്നും അദ്ദേഹം പറയുന്നു. ഇവിടെ ടച്ച് സ്റ്റോൺ മെത്തേഡ് അദ്ദേഹം സ്വീകരിക്കുന്നു. നികഷോപല മാർഗം. ദാണ്ടെ, ഷേക്സ്പിയർ, മിൽട്ടൺ തുടങ്ങിയ മഹാകവികളുടെ കാവ്യഭാഗങ്ങൾ, വരികൾ ഇവയെടുത്ത് മറ്റ് കവികളുടെ രചനകൾ അവയോടടുക്കുന്നുണ്ടോ എന്ന് പരിശോധിച്ച് നോക്കി താരതമ്യപ്പെടുത്തി കൃതിയുടെ മൂല്യം നിശ്ചയിക്കുന്ന രീതി ഇദ്ദേഹം ആവിഷ്കരിച്ചു. ഒരു കാലഘട്ടത്തിലെ ഏറ്റവും ഉത്കൃഷ്ടമായ സാഹിത്യത്തെ വളരാൻ അനുവദിക്കുകയും മികച്ച ആശയം പഠിക്കുകയും ചെയ്യുക എന്നത് ഒരു നിരൂപകൻ അവശ്യം ചെയ്യേണ്ട ഒന്നാണെന്ന് അദ്ദേഹം പറയും. നിഷ്പക്ഷനായി ആയിരിക്കണം അദ്ദേഹം നിരൂപണം നടത്തേണ്ടത്. എല്ലാ വിജ്ഞാന മേഖലകളിലും ഉൾക്കാഴ്ചയുള്ളവനായിരിക്കണം നിരൂപകനെന്നും മാത്യു ആർണോൾഡിന് അഭിപ്രായമുണ്ട്. എന്നാൽ ഐ.എ. റിച്ചാർഡ്സിലേക്ക് വരുമ്പോൾ ശാസ്ത്രീയമായ രീതിയിലാണ് അദ്ദേഹം സാഹിത്യത്തെ വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചതെന്ന് മനസ്സിലാവും. ടി.എസ്. എലിയട്ടിൻ്റെ സമകാലികനായിരുന്നു അദ്ദേഹം. ആധുനിക മനോവിജ്ഞാനീയത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് ശാസ്ത്രീയമായ കവിതയുടെ മൂല്യം നിർണ്ണയിക്കുവാൻ റിച്ചാർഡ്സൺ ശ്രമിച്ചു. അദ്ദേഹത്തിൻ്റെ നിഗമനങ്ങൾ ഇപ്രകാരം സംഗ്രഹിക്കാം. 1. ജീവിതത്തിലെ ഇതര വ്യാപാരങ്ങളിൽ നിന്ന് ഭിന്നമോ അവയ്ക്ക് വിരുദ്ധമോ ആയ ഒന്നല്ല കാവ്യനിർമ്മാണവും ആസ്വാദനവും. ജീവിതത്തിലെ ഇതര വ്യാപാരങ്ങളിൽ നിന്ന് ഭിന്നമോ അവയ്ക്ക് വിരുദ്ധമോ ആയ ഒന്നല്ല കാവ്യനിർമ്മാണവും ആസ്വാദനവും. 2. കവിത മൂല്യവത്തായ ഒരു മാനുഷിക വ്യാപാരമാണ്. 3. മനുഷ്യരുടെ അസംഖ്യങ്ങളായ ചോദനകളിൽ എത്രത്തോളം എണ്ണത്തെ സംതൃപ്തിപ്പെടുത്തി സമനില പാലിക്കുവാൻ സഹായിക്കുമോ അത്രത്തോളം മനുഷ്യരുടെ അസംഖ്യങ്ങളായ ചോദനകളിൽ എത്രത്തോളം എണ്ണം സംതൃപ്തിപ്പെടുത്തി സമനില പാലിക്കുവാൻ സഹായിക്കുമോ അത്രത്തോളം ഒരു വസ്തുവിന് അല്ലെങ്കിൽ ക്രിയയ്ക്ക് മൂല്യമുണ്ടെന്ന് പറയാം. അത് വളരെ പ്രധാനമെന്നാണ് അദ്ദേഹം പറയുന്നത്. മനുഷ്യരുടെ അസംഖ്യങ്ങളായ ചോദനകളിൽ എത്രത്തോളം എണ്ണത്തെ സംതൃപ്തിപ്പെടുത്തി സമനില പാലിക്കുവാൻ സഹായിക്കുമോ അത്രത്തോളം ഒരു വസ്തുവിന് അല്ലെങ്കിൽ ക്രിയയ്ക്ക് മൂല്യമുണ്ടെന്ന് പറയാം. ഇത്
സാഹിത്യകൃതിയെ സംബന്ധിച്ച് വളരെ പ്രധാനമാണല്ലോ. മനസ്സ് പലരും പറയും പോലെ അനേകം തലങ്ങളുള്ള ഒരു നിഗൂഢമായ സാധനമല്ല. സ്ഥിരാവളരമെന്ന ലളിതമായ അർത്ഥം മാത്രമേ മനസ്സിനുള്ളൂ എന്ന് റിച്ചാർഡ്സ് പറയുന്നുണ്ട്. ഒരാളുടെ മനസ്സ് ക്രിയാത്മകമായി പ്രതികരിക്കുക എന്നതിനെയാണ് ചോദന എന്ന് പറയുന്നത്. ശക്തമായ ചില അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ആ ചോദനകൾ ഉലയും. ഉള്ളിലുള്ള ഏറ്റവും പ്രബലമായ ചോദനയെ കേന്ദ്രീകരിച്ച് മറ്റു ചോദനകൾ എന്തായിത്തീരും? സമീകൃതമായിത്തീരും. ഇങ്ങനെ അസമീകൃത ചോദനകൾ സമീകൃതമാകുന്ന അവസ്ഥയാണ് ഏറ്റവും ശ്രേഷ്ഠം. സിനേസ്തേസിസ് എന്ന ആ ഒരവസ്ഥയെ അദ്ദേഹം വിശദീകരിക്കുന്നു. സമീകൃതമാകുന്ന ചോദനകളുടെ അളവനുസരിച്ച് കവിതയുടെ മൂല്യം വർദ്ധിക്കും. മൂല്യവിവരണവും അനുഭവാദി സംക്രമണ വിശകലനവും റിച്ചാർഡ്സിൻ്റെ കലാതത്വ ചിന്തയിലെ നെടുംതൂണുകളാണ്. കവിതയ്ക്കും ശാസ്ത്രത്തിനും ഉപയോഗിക്കുന്ന ഭാഷയ്ക്കും തമ്മിൽ വ്യത്യാസം കാണാം. ശാസ്ത്രത്തിൽ ഉപയോഗിക്കുന്ന ഭാഷ സയൻറ്റിഫിക് ലാംഗ്വേജാണ്. അനുവാചകർക്ക് ഒരു തരത്തിലുള്ള സംശയവുമില്ലാത്ത രീതിയിൽ ശാസ്ത്രലേഖനം രചിക്കാം. ശാസ്ത്രഭാഷയ്ക്ക് ഒരർത്ഥമേ ഉള്ളൂ. സാഹിത്യഭാഷയ്ക്ക് പല അർത്ഥതലങ്ങളുണ്ട്. ശാസ്ത്രീയമായി അതിനെ വ്യാഖ്യാനിക്കുമ്പോഴും പ്രഥമ ശ്രവണത്തിലുള്ള അർത്ഥമായിരിക്കില്ല അതിൻ്റെ കാതൽ. അതുകൊണ്ട് തന്നെ ധ്വനി സിദ്ധാന്തവുമായ ഐ. റിച്ചാർഡ്സിൻ്റെ നിഗമനങ്ങൾക്ക് ബന്ധമുണ്ട്. അതിശക്തമായ സ്വാധീനം വിശ്വസാഹിത്യത്തിൽ ചെലുത്തിയ എലിയറ്റ് കവിതയെ 3 ഭാഗങ്ങളായിട്ടാണ് തിരിച്ചത്. 1 ഭാവഗീതം, 2 ആഖ്യാനാത്മകം, 3 നാടകീയ കാവ്യം. കലാസൃഷ്ടികളെ വ്യാഖ്യാനിച്ച് അഭിരുചിയെ തിരുത്തുക എന്നതാണ് വിമർശനത്തിൻ്റെ ധർമ്മമെന്ന് എലിയറ്റ് വാദിക്കുന്നു. കവിക്ക് സ്വന്തമായൊരു വ്യക്തിത്വം ഇല്ല എന്നും അദ്ദേഹം പറയുന്നു. ജൈവമായ അംശം മുഖ്യ പ്രാധാന്യം കൊടുക്കുന്നു. വിശ്വസാഹിത്യത്തിൻ്റെ പാരമ്പര്യം പരമാവധി ഉൾക്കൊള്ളുക എന്നതാണ് ഒരു കവി ആദ്യം ചെയ്യേണ്ടതെന്നും അദ്ദേഹം പറയുന്നു. വികാരത്തിൻ്റെ ആവിഷ്കാരമല്ല, വികാരത്തിൽ നിന്നുള്ള രക്ഷപ്പെടലാണ് കവിതയെന്ന് പറയുന്നത്. ഭാവുകത്വ വിഘടനം. ഭാവുകത്വത്തിൻ്റെ ഏകോപനം നല്ല കവിതയ്ക്കും ഭാവുകത്വ വിഘടനം ചീത്ത കവിതയ്ക്കും പ്രേരണയാണെന്ന് പറയുന്നു. ചിന്ത അനുഭൂതിയായി രൂപാന്തരപ്പെട്ട് വായനക്കാരൻ്റെ ഹൃദയം പോകുമ്പോൾ ഭാവുകത്വത്തിൻ്റെ ഏകോപനം സംഭവിക്കുന്നു അത്രേ. വസ്തുസംയോജകമുണ്ട്, ഒബ്ജക്റ്റീവ് കോറിലേറ്റീവ്. വസ്തുനിഷ്ഠമായ ഒരു ഘടനയില്ലാതെ അമൂർത്തമായൊരു വികാരത്തെ ആവിഷ്കരിക്കാൻ കഴിയില്ല. വസ്തുനിഷ്ഠമായൊരു ഘടന വേണം, എങ്കിൽ മാത്രമേ അമൂർത്തമായൊരു വികാരത്തെ ആവിഷ്കരിക്കാൻ കഴിയൂ. കവിതയുടെ കലാപരമായ നിലവ് അന്തർഭാവവും വസ്തുസംയോജകവും തമ്മിലുള്ള ഒത്തുചേരലിനെ കാണിക്കുന്നു. വികാരത്തെ കലാരൂപത്തിൽ പ്രദർശിപ്പിക്കുന്നതിനുള്ള ഏകമാർഗം വസ്തു സംയോജകത്തിൻ്റെ കണ്ടെത്തലാണ്. പൗരസ്ത്യരുടെ വിഭാവത്തിന് സമാനമായ പരികല്പനയാണ് എലിയറ്റിൻ്റെ ഒബ്ജക്റ്റീവ് കോറിലേറ്റീവ് എന്ന് പറയാം. വിഭാവ, അനുഭാവ, വിചാര, സംയോഗ, രസനിഷ്പത്തി എന്ന് പറയുന്നു. അതിൽ ആ വിഭാവത്തിൻ്റെ ഒരു പരികല്പനയാണ് വസ്തു സംയോജകം എന്ന് പറയുന്നത്. സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ദുർഗ്രഹമായിരുന്ന ചില കവിതകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ചിത്രബിംബങ്ങൾ കവിതയിൽ ഉപയോഗിക്കാൻ എലിയറ്റ് ശ്രമിച്ചിരുന്നു. സാഹിത്യവും രാഷ്ട്രീയവും മതപരവുമായി പുലർത്തിപ്പോകുന്ന വീക്ഷണ വിശ്വാസങ്ങളാൽ എലിയറ്റ് സാഹിത്യ വിമർശനത്തിൽ ക്ലാസിസ്റ്റും രാഷ്ട്രീയത്തിൽ റോയലിസ്റ്റും മതത്തിൽ ആംഗ്ലോ കാത്തലിക്കനുമായി അറിയപ്പെടുന്നുണ്ട്. അതേസമയം വാൾട്ടർ പേറ്റർ ശുദ്ധ കലാവാദിയാണോ അല്ലയോ എന്നുള്ള തർക്കം നിലനിൽക്കുന്നു. മാത്യു ആർണോൾഡിൻ്റെ എതിർ ധ്രുവമാണ് പേറ്റർ എന്ന് പറയാം. അർണോൾഡ് കല ജീവിതത്തിന് വേണ്ടിയാണെന്ന് വിശ്വസിച്ചു. പേറ്റർ കല കലയ്ക്ക് വേണ്ടിയാണെന്നും സൗന്ദര്യം വിതയ്ക്കുകയും സൗന്ദര്യാനന്ദം കൊയ്യുകയുമാണ് കലയുടെ ധർമ്മമെന്നും വാദിക്കുന്നു. അവനവന് സുന്ദരമെന്ന് തോന്നുന്ന ഏത് കാര്യവും കലയ്ക്ക് സ്വീകാര്യമാണ്. അതിനെ ആവിഷ്കരിക്കുമ്പോൾ അനുവാചകന് സന്തോഷമുണ്ടാകണം, ആനന്ദമുണ്ടാകുന്നതാകണം കല. ഇത്തരം അഭിപ്രായങ്ങളാണ് ശുദ്ധകലാവാദത്തിൻ്റേതായി അവതരിപ്പിക്കുന്നത്. പേറ്റർ കലയെ നല്ല കല, മഹത്തായ കല എന്നിങ്ങനെ വേർതിരിക്കുന്നുണ്ട്. നല്ല കല, മഹത്തായ കല എന്നിങ്ങനെ. പ്രപഞ്ച വസ്തുക്കളെ അതേപടി ആവിഷ്കരിക്കുകയല്ല നല്ല കല. അത് തന്നിലുണ്ടാക്കുന്ന പ്രതിഫലനത്തെ പ്രകാശിപ്പിക്കുകയാണ് കലാധർമ്മം. അത് എത്രത്തോളം പൂർണ്ണവും സത്യസന്ധവുമാകുന്നു അത്രത്തോളം അത് നല്ല കലയായിത്തീരുന്നു. പ്രപഞ്ച വസ്തുക്കളെ അതേപടി ആവിഷ്കരിക്കുന്നതിലല്ല മഹത്വം ഇരിക്കുന്നത്. ആ പ്രപഞ്ച വസ്തുക്കളെ ആവിഷ്കരിക്കുമ്പോൾ അത് തന്നിലുണ്ടാക്കുന്ന പ്രതിഫലനത്തെ പ്രകാശിപ്പിക്കുന്നുണ്ടോ, അങ്ങനെ പ്രകാശിപ്പിക്കുന്നത് എത്രത്തോളം പൂർണ്ണവും സത്യസന്ധവുമാകുന്നു അത്രത്തോളം അത് നല്ല കലയായിത്തീരും.
വിഷയമല്ല, അത് കലാകാരനിൽ ഉദിപ്പിക്കുന്ന അനുഭവമാണ് പ്രധാനം. അനുഭവപ്രകാശത്തിനായി മാധ്യമത്തെ മെരുക്കിയെടുക്കുന്നു. അപ്പോൾ കലയിൽ രൂപം പ്രധാനമായി വരും. മഹത്തായ കലയിൽ സമുന്നതമായ മാനുഷിക താല്പര്യങ്ങളെ സംരക്ഷിക്കുന്ന വിഷയമുണ്ടാകണം. സാഹിത്യകലയുടെ മഹത്വം രൂപം കൊള്ളുന്ന വിഷയത്തിൻ്റെ ഔത്കൃഷ്ടത്തെ, അതിൻ്റെ വിസ്തൃതി, വൈവിധ്യം ഇവയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. കലയ്ക്ക് വേണ്ടിയെന്ന് ചിന്തിക്കുന്നവർ തിയേറ്ററുടെ ആശയം മനസ്സിലാക്കുന്നുണ്ടോ എന്ന് സംശയമാണ്. എന്നാലും കലയെ നല്ലത്, മഹത്വമുള്ളത് എന്നിങ്ങനെ വിഭജിക്കേണ്ടതുണ്ടോ? അതിൻ്റെ ആവശ്യമില്ല എന്ന അഭിപ്രായമുള്ളവരുണ്ട്. ഉത്തമ കല എന്ന സങ്കല്പം തന്നെ മതിയാവും. ഭാവരൂപങ്ങളുടെ സമഞ്ജസമായ ചേർച്ചയിൽ നിന്ന് ഉണ്ടാകുന്നതാകും ഉത്തമ കല. മനസ്സിൽ അവശേഷിക്കുന്ന സൗന്ദര്യം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഒരു കലാസൃഷ്ടി വിലയിരുത്തപ്പെടേണ്ടതെന്ന് പേറ്റർ വാദിക്കുന്നു. ജീവിതം ഹ്രസ്വമാണ്. മരണത്തിൻ്റെ നിഴലിലാണ് മനുഷ്യൻ ജീവിക്കുന്നത്. അതുകൊണ്ട് ആഹ്ലാദജഗ്രനാവുക എന്ന് അദ്ദേഹം പറയുന്നു. വാൾട്ടർ പേറ്ററുടെ ഈ വാദഗതി മാത്യു ആർണോൾഡിൻ്റെ വാദഗതിയിൽ നിന്നും വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നും മനസ്സിലാക്കാം.